നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നവരാണോ? അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നൊരു സ്ഥലമാണ് ഓരോ തവണയും നമ്മൾ മൊബൈൽ ഫോണിൽ ടച്ച് ചെയ്തിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ടച്ച് ചെയ്തിട്ട് ഓഫ് ആക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ഇത് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി അവിടെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ തന്നെ ചെറിയ ട്രൈപോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ തവണ ടച്ച് ചെയ്യുമ്പോഴും ഈ സ്റ്റാൻഡ് അനങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അനങ്ങുമ്പോൾ വീഡിയോയിൽ അതിൻ്റെ ഷെയ്ക്കും ഉണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം എന്നുള്ള നിലയിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതേപോലത്തെ സെൽഫി സ്റ്റിക്കുകൾ കണ്ടിട്ടുണ്ടാവും. ഈ സ്റ്റിക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ റിമോട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു ട്രൈപോഡിൽ വെച്ചതിന് ശേഷം ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ടാണ്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു സാധനം ഒഴിവാക്കിക്കൊണ്ട് ട്രൈപോഡിൽ വെച്ചിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ക്യാമറ ആക്സസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ ക്യാമറ ഓണാക്കി വെക്കണം. അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും മാത്രമാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞ് ഇതിനകത്തെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗശൂന്യമാണ്, എടുത്ത് കളഞ്ഞാൽ മതിയെന്ന്. അങ്ങനെയല്ല, ഇതിനകത്തെ ബാറ്ററി വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ക്ലോക്ക്, വാച്ച് അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാറ്ററി നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഈ ബാറ്ററി ഞാൻ നിങ്ങളെ അഴിച്ച് കാണിക്കാം. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് പോകത്തൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ സാധനം എന്താണെന്ന് കാണാം, ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണാം. റിമോട്ട് നമ്മൾ ഈ കാണുന്ന മൊബൈൽ ഫോണുമായിട്ട് പെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിമോട്ട് ഒന്ന് ഓണാക്കണം. ഇതിലൊന്ന് ഞെക്കി പിടിച്ചാൽ മതി, ഈ റിമോട്ട് ഓണാവും. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ റിമോട്ട് ഓണായി കിട്ടും. ഇവിടെ ഒരു നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. ബ്ലൂടൂത്ത് ഇവിടെ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ ഒരു ഇത് വരും, സെൽഫി എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെയർ ചെയ്യണമെന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് പെയർ ആയിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി 99% ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ബാക്ക് അടിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ നമ്മൾ മാനുവലായിട്ട് തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി നോക്കിക്കോണം, ഞാൻ ഈ റിമോട്ടിൽ ഞെക്കുന്ന സമയത്ത് അവിടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. കണ്ടോ, അവിടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ടായി. ഞാനിത് ഒന്നുകൂടെ ഞെക്കുമ്പോൾ അതവിടെ സ്റ്റോപ്പാവും. യെസ്, സ്റ്റോപ്പായി. ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ ഒക്കെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ചെന്ന് തന്നെ ചെയ്യണം. നോക്കുക, ഇനി ഞാൻ കുറച്ച് ദൂരോട്ട് മാറി നിന്നിട്ട് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഞെക്കുവാണ്, അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് വീഡിയോ. നോക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പുതിയ സാധനമൊന്നുമല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നിലവിലുള്ള ഒരു സാധനമാണ്. ഈ ഒരു റിമോട്ട് കിറ്റും അതേപോലെ മൊബൈൽ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള 2 മോഡൽ ട്രൈപോഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി ഞാൻ ആ ട്രൈപോഡുകളൊന്ന് കാണിക്കാം. ആദ്യത്തെ സ്റ്റാൻഡാണിത്. ഇത് നോക്കുക, ഇത് താഴെ ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്ന് ഒറ്റ സ്റ്റിക്ക് മുകളിലേക്ക് പോയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ നമുക്ക് പോർട്രേറ്റ് മോഡിലും ലാൻഡ്സ്കേപ്പ് മോഡിലും വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഈ ഒരു നോബ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇവനെ ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഈ ഹാൻഡിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും താഴേക്കും ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇവിടെ ഒരു നോബുണ്ട്. ഇത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇതിനെ ചെരിച്ച് വെച്ച് വേണമെങ്കിലും എടുക്കാം. ഇതിങ്ങനെ ചരിച്ചിട്ട് ആ നോബ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാം. ഇനി മറ്റൊരു സ്റ്റാൻഡുണ്ട്, അതോടെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ട്രൈപോഡ്. ഇത് നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ ഹെവി സാധനമാണ്. മൊബൈൽ ഫോൺ നല്ല രീതിയിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാനൊന്ന് നിവർത്തി സെറ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് അടുത്ത സ്റ്റാൻഡ്. മറ്റേ സ്റ്റാൻഡിൽ നിന്ന് കുറച്ചധികം വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. ഇതിന് 3 ലെഗ് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പർ സ്റ്റാൻഡിങ് ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് കാറ്റടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇത് ഇളകുമോ ഒന്നുമില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റിക്കിൽ നിൽക്കുന്നത് കൊണ്ട് അത് കാറ്റടിക്കുമ്പോൾ ഇളകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്താണെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് നിർത്താനായിട്ട് പറ്റും. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു പരിധിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു സാധനമുണ്ട്. ഇതിലിങ്ങനെ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ ഇത്
ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഇതിങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഒരു നോബുണ്ട്, ഇത് പിടിച്ച് നമുക്ക് തിരിച്ച് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ താഴോട്ട് പോകത്തില്ല. മറ്റേതെ പിടിച്ച് കറക്കിയെന്ന് പറഞ്ഞാലും ഇത് താഴോട്ട് വരത്തില്ല. മറ്റേതിലുണ്ടായിരുന്ന എല്ലാ ഫങ്ഷൻസും ഇതിനകത്തുമുണ്ട്. ഈ ഒരു സാധനം നമ്മൾ ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് പറ്റും. അതേപോലെ ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മുകളിലേക്കും താഴേക്കും ആക്കാനായിട്ട് പറ്റും. ഇത് പുറകിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുത്തിട്ട് ഇവിടെ ക്യാമറ വേണമെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൊക്കിയെടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ലെവൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറ കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതൊന്നും ഞാനിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, നിങ്ങൾക്കെല്ലാം ഇത് അറിയാവുന്നതാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനിത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ രീതി നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച ട്രൈപോഡും ഈ റിമോട്ട് കിറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 1500 രൂപയാണ് ചാർജ് വരുന്നത്. രണ്ടാമത്തെ ട്രൈപോഡും റിമോട്ട് കിറ്റും കൂടെ 1600 രൂപയാണ്. ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഈ സാധനം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചേരാനായിട്ട് സാധിക്കും. കേരളത്തിൽ വെളിയിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡെലിവറി ചാർജ് വരും, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ സാധനം ഡെലിവറി ചെയ്യാനും സാധിക്കും. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.